എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 പീസ് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ഈ ബ്രെഡ്. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് കത്തി കൊണ്ടോ കത്രി കൊണ്ടോ ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിച്ചി ഇട്ടാൽ മതി കേട്ടോ. ഈ സ്നാക്ക് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണപ്പെടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പച്ചമുളക് ഇപ്പം ഒരെണ്ണയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ളതായതുകൊണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കുറച്ചിടുകയാണ് നല്ലത്. ഇനി 3 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചെറുതായിട്ട്. ചതച്ചെടുക്കണമെങ്കിൽ ആവാം. ഇഞ്ചി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 4 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബ്രെഡൊക്കെ എടുക്കുന്നത് അതനുസരിച്ച് കടലപ്പൊടി എടുക്കുക. അളവുകൾ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി, അതും 1/4 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെരിഞ്ജീരകവും മസാലപ്പൊടിയൊക്കെ എടുക്കുമ്പം അളവ് കൂടി പോരുത്. ഇനി അതിനകത്തേക്ക് കായത്തിൻ്റെ പൊടിയുടെ അളവ് 1/4 ടീസ്പൂണൊന്നുമില്ല, വളരെ കുറച്ച്, ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ല, അത്രയേ ഉള്ളൂ. ഇനി കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഒരു 2 തണ്ട് ഇട്ടിട്ടുണ്ട്. അത് കൈകൊണ്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയും മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ചേർക്കരുത്, അല്ലാതെ തന്നെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ ചേർത്ത് കൊടുത്ത ബ്രെഡും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ടത് ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ 1 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിനകത്തേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം മതി കേട്ടോ, ഒരു കളർ കിട്ടാൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നമ്മൾ ഒരുമിച്ചങ്ങ് ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പക്കവട കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം നമ്മളിതിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. ഇത്രയും നാൾ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴക്കില്ലേ, അതേപോലെ ഒരു പാകത്തിനായിരിക്കണം ആദ്യം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് വീഴുമ്പോൾ നമുക്കറിയാം. ഇതുണ്ടല്ലോ, ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അത്ര നിശ്ചയം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇടുമ്പം ഇത് നമ്മൾ വിചാരിച്ച കറക്റ്റ് ഒരു പാകം കിട്ടില്ല. അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് തന്നെ കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പം അതങ്ങ് വീഴണം. അതാണ് കേട്ടോ കറക്റ്റ് ഇതിൻ്റെ പാകമായിട്ട് എടുക്കേണ്ടത്. ഇതുപോലത്തെ സ്നാക്സൊക്കെ തയ്യാറാക്കിയിട്ട് ചിലവർ പറയാറുണ്ട് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന്. അത് ശരിയാവാത്തതിൻ്റെ കാരണം ഈ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ് കേട്ടോ. കൂടി പോകുന്നത് കൊണ്ടൊക്കെയാണ് അത് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ചായ തിളയ്ക്കണ നേരം മതി നമുക്കിതായി ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എണ്ണ ചൂടായി എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് അറിയാൻ പാടില്ലാത്തവർ കുറച്ചെടുത്തിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് ഒന്ന് ഇടുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്നൊരു കൊമള പോലെ വരുമല്ലോ, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. എന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല.
ഇങ്ങനെ കുറേശ്ശെ നുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി വലുതാക്കണമെങ്കിൽ വലുതാക്കി എടുക്കാം, ഇതിലും ചെറുതാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു പരന്ന പാത്രം എടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം. ഇനി എണ്ണയിൽ നിങ്ങൾക്ക് മുക്കി പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വെച്ചാൽ അതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കഴിക്കണമെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കൊടുക്കണ്ട. പിന്നെ ബ്രെഡ് ആയതുകൊണ്ടും കടലമാവ് ആയതുകൊണ്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സ്നാക്സ് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും ഒന്ന് നന്നായിട്ട് ഒരു കളർ മാറുമല്ലോ, നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതാ ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. ചില സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് എണ്ണ അതിനകത്തേക്ക് ചെല്ലും. പക്ഷേ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പം അധികം വരില്ല. ഈ കടലപ്പൊടിയും ബ്രെഡും ആയതുകൊണ്ട് അതിനകത്തേക്ക് ഒരുപാട് വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്ത ഓയിലൊന്നും അതിനകത്തേക്ക് ഒരുപാട് വരില്ല. ഇനി ഞാനൊന്ന് നീക്കി ഇട്ട് കൊടുക്കണത് എന്താ വെച്ചാൽ ആ എണ്ണയുള്ള സ്ഥലത്തേക്കൊന്ന് നീക്കി കൊടുക്കുന്നതാണ് കേട്ടോ. എണ്ണ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കോരി മാറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ആ ഒരു കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ എണ്ണ താഴത്തേക്ക് വീഴുന്നില്ല. അപ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അകം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഈ സ്നാക്സിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് മുളക് ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ബജിയുടെയൊക്കെ കൂടെ തയ്യാറാക്കി കഴിക്കുന്നത്, അതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സ്കൂളൊക്കെ വിട്ട് വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർ ഹാപ്പിയാവും. അപ്പോൾ അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഒരുപാട് പേര് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വിഭവങ്ങൾ തയ്യാറാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ കമൻറ്റ്സ് ഇടുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം കിട്ടുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്